ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ. നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടിയ വിശേഷങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ഒന്ന് തീയിടട്ടെ കേട്ടാ. എന്തൊരു ഡ്രൈ ആണല്ലേ നമ്മളെ കാലാവസ്ഥ. കാറ്റ് വീശുന്ന കാലമായതുകൊണ്ട് തന്നെ ലോഡ് ഉണങ്ങി വളരായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ ഒന്ന് കൂട്ടിയിട്ടിട്ട് പെട്ടെന്ന് കത്തുകയും ചെയ്യും. അപ്പോൾ ഒന്ന് കത്തിക്കട്ടെ. കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുകയും വേണം. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഒരു പ്ലാവ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇല വീണിട്ട് ഞാനിപ്പോൾ ക്യാമറയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണ്. ഫോണിൻ്റെ ക്യാമറ ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് ഇനി അവിടെ നിന്നൊക്കെ ഒന്ന് അടിച്ചിട്ട് വരട്ടെ കേട്ടാ. അപ്പോൾ ഈ മതിലിനോട് ചേർന്നിട്ട് തന്നെയാണ് എപ്പോഴും ഈ ഇലകളൊക്കെ കൂട്ടിയിട്ട് തീയിടാറ്. അപ്പം ഞാൻ അതിനോട് ചേർന്നങ്ങനെ എപ്പോഴും തീയിടുമ്പോഴേ മതിലിന് കേടല്ലേ. അപ്പം ഞാനത് ആ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് നീക്കിയിട്ടതിന് ശേഷം ഇവിടേക്ക് ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കിയിട്ടൊന്ന് തീയിടട്ടെ. ഇപ്പോൾ ഇടിച്ചക്കയും അങ്ങനെയൊക്കെ ആവുന്ന കാലമായല്ലോ അല്ലേ, ചക്കക്കാലം. അപ്പോൾ ഇടിച്ചക്ക ഇതുവരെ ഇപ്രാവശ്യത്തൊന്നും വെച്ചിട്ടില്ല, ഉപ്പേരി ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഒരു ദിവസം ഒന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കണ്ട ഈ മതിലിനോട് ചേർന്ന് നമ്മൾ ഈ ഇലകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇപ്പം അവിടെ ഇങ്ങനെ ഒരു ഉയരം പോലെ വന്നിരിക്കുന്നു. അപ്പം ഇനി ആ ഭാഗത്ത് കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഇതുപോലെ തീയിട്ടിട്ടേ അതൊന്ന് മതിലിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഇങ്ങോട്ട് മാറ്റിയിട്ട് തീയിടട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കൂട്ടിയിടുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. ലൈവിൽ വരുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷനും അതുപോലെ ന്യൂ ഇയർ ആയി. അപ്പോൾ ആ ഒരു എത്ര പെട്ടെന്ന് 2025 കടന്നു പോയത് അല്ലേ. ഇനി 2026. ഓരോ വർഷം കൂടുക പറയുമ്പോൾ ഓരോ വർഷം നമുക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം കൂടിയിട്ടുള്ളൊരു ആഘോഷങ്ങളുടെ ദിവസങ്ങളാണ് ഇനി. അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ ഇനി എക്സാം ഉണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളിയാഴ്ച. അങ്ങനെ നമ്മളിതിന് ഒന്ന് തീയിടട്ടെ. തീയിടാന്ന് വെച്ചാൽ മണ്ണെണ്ണയുടെ ആവശ്യമില്ല കേട്ടാ. പക്ഷെ അതൊന്ന് പെട്ടെന്നൊന്ന് കത്തി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മണ്ണെണ്ണ ഒന്നും കിട്ടുന്നില്ലല്ലോ, വല്ലപ്പോഴും കുറച്ച് കിട്ടിയെങ്കിലായി. അപ്പോൾ ആ മണ്ണെണ്ണ കുറച്ച് ഒഴിച്ച് വന്നിട്ട് അത് തീയിട്ടിട്ടാ. അത് പെട്ടെന്ന് ഇതാന്ന് പറയുമ്പോഴേക്ക് കത്തി പിടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇനി തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാനപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ തീയിട്ടതിൻ്റെ ആ ഭാഗം മാത്രം കത്തിപ്പോവും. അപ്പോൾ ഇത് ഇവിടെ നിന്നുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ഇലകൾ അങ്ങനെ കരിഞ്ഞ് കിട്ടും. ഇനി പിന്നെ അതുമല്ല, ഈ ഭാഗത്തേക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ തീയിട്ടിട്ടേ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നമുക്കൊരു വളമായിട്ടൊക്കെ തെങ്ങിൻ്റെ കടക്കിലോ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടാം. കാരണം വെണ്ണീറായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും കിട്ടും. അതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. നമുക്ക് എന്നും വൈകിട്ട് വന്നാൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇലകളൊക്കെ ആകെ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഉമ്മർത്ത് രാവിലെ അടിച്ചു വാരിയിട്ടിട്ട് പോയതായിരുന്നു. പക്ഷെ വരുമ്പോഴേക്കും എന്നോ അടിച്ചു വാരിയ പോലെയൊക്കെ കിടക്കുന്നുണ്ട്, കാറ്റ് വീശിയിട്ട് ഇലകൾ കൊഴിഞ്ഞിട്ടൊക്കെ ആയിട്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട്. എൻ്റെ അടുത്തൊന്നും നിൽക്കാൻ വയ്യ കേട്ടോ, അങ്ങോട്ട് തീ എടുക്കുന്നു. ഞാൻ കുറച്ചൊന്നുകൂടെ മാറി നിൽക്കട്ടെ. വീഡിയോ ഒന്ന് ഓഫാക്കാൻ പോവാണേ. നല്ല രസം ഒന്നും ഇങ്ങനെ കത്തുന്നു കാണാൻ. ഇത് കഴിഞ്ഞ് ഇനി അപ്പുറത്തും ഭാഗത്തൊക്കെ തീയിടാനുണ്ട്. അതൊന്നും ഇപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതൊക്കെ ചെയ്യട്ടെ. പിന്നെ കുറച്ച് അലക്കിയത് തുണികളൊക്കെ ഒന്ന് കൊണ്ടുപോയിടാനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ശരി ടാ, ടാറ്റാ, ബൈ ബൈ, സീ യു.